ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാലകൾക്കാണ് രാജ്ഭവൻ നിർദ്ദേശം നൽകിയത്. വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും വിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം ഏത് അധികാരം വെച്ചാണ് ഗവർണർ ഇങ്ങനൊരു ആഹ്വാനം നടത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു. സർവകലാശാലകളിൽ RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മുൻപും ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് നിരവധി നീക്കങ്ങളാണ് ഉണ്ടായത്. RSSന്റെ അജണ്ട സർവകലാശാലകളിലൂടെ കേരളത്തിൽ നടപ്പാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന്റെ പ്രകടമായ ഉദാഹരണം കൂടിയാണിത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും വിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നുമാണ് നിർദ്ദേശം. എന്നാൽ ഏത് അധികാരം വെച്ചാണ് ഗവർണർ ഇങ്ങനെയൊരു ആഹ്വാനം നടത്തുന്നതെന്നും അങ്ങനെ ഒരു അധികാരം ഗവർണർക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗം, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കാതെ ഒരു സമാന്തര ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. രാജ്ഭവനിൽ RSS ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതും കേരള സർവകലാശാലയിലെ പരിപാടിയിൽ RSS ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതും ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ വിസിമാർക്ക് നിർദ്ദേശം നൽകിയതും ഏറെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദ സർക്കുലറുമായി ഗവർണർ വീണ്ടും രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിലും വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാനാണ് സാധ്യത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.